ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ചെറിയൊരു ഹെൽത്ത് ടോക്കുമായിട്ടാണ് വന്നേക്കണേ. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ആവശ്യമുള്ള വൈറ്റമിൻസ്, ഒരു 3 വൈറ്റമിൻസിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നേക്കണേ. അപ്പം നമുക്ക് ആദ്യത്തെ വൈറ്റമിനെ കുറിച്ച് പറയാം. ആദ്യം നമുക്ക് വേണ്ടത് കൊളാജൻ. കൊളാജൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. നമ്മുടെ ബോഡിയിൽ 30% ഉള്ള ഒരു പ്രോട്ടീനാണ് കൊളാജൻ. ഈ കൊളാജന്റെ പ്രൊഡക്ഷൻ നമ്മൾ ഓവറോൾ ബോഡി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊളാജൻ അത്യാവശ്യമാണ്. നമ്മുടെ ബോഡിയിൽ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏജ് ആവും തോറും, ഏജ് എന്ന് പറഞ്ഞാൽ ചിലവർക്കൊക്കെ അറൌണ്ട് 20 ആകുമ്പോൾ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ കുറഞ്ഞു തുടങ്ങും. ഏർലി 30s എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കൊളാജൻ പ്രൊഡക്ഷൻ 1% കുറഞ്ഞുകൊണ്ടിരിക്കും. 40s ഒക്കെ ആകുമ്പോഴേക്കും അത് വിസിബിൾ ആകും. കൊളാജൻ പ്രൊഡക്ഷൻ പെട്ടെന്ന് പിന്നെ കുറഞ്ഞു പോകും. അപ്പം ഈ കൊളാജൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താലേ നമ്മുടെ സ്കിൻ എലാസ്റ്റിസിറ്റി, പിന്നെ ജോയിന്റ് പെയിൻ, മസിൽ സ്ട്രെങ്ത്, ഹെയർ ആൻഡ് നെയിൽസ്, ഇതെല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഈ കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പം പിന്നെ കൊളാജൻ ഡെൻസിറ്റി സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും കുറച്ചും കൂടി തിക്കർ ആൻഡ് ഫേമറായ സ്കിന്നുള്ളത്. അപ്പം അതുകൊണ്ടിട്ട് ഈ സ്ത്രീകളെ പോലെ തന്നെ കൊളാജൻ പുരുഷന്മാർക്കും ഒരേജിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവർക്കും അത് മെയിൻറ്റെയിൻ ചെയ്താൽ അവരുടെയും ഇതുപോലെയുള്ള പ്രശ്നങ്ങളും സ്കിന്നിന്റെയും ഓവറോൾ ബോഡി മസിൽസ് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് കൊളാജൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ സഹായിക്കും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടു കൂട്ടർക്കും ഒരുപോലെ തന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കൊളാജൻ. കൊളാജൻ നമുക്ക് സാധാരണ ഫുഡിൽ നിന്നൊക്കെ നമുക്ക് കൊളാജൻ കിട്ടും. അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്തു പോകും. പിന്നെ നമുക്ക് ഇപ്പൊ ഫുഡിൽ നിന്ന് ആവശ്യത്തിനുള്ള കൊളാജൻ നമുക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കൊളാജൻ സപ്ലിമെന്റ്സ് എടുക്കാം. കൊളാജൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൺ സ്ട്രെങ്ത് ഒക്കെ കൂട്ടും. പിന്നെ മസിൽ പെയിൻ, ജോയിന്റ് പെയിൻ അതൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ വിസിബിൾ സയൻസ് കാണുമ്പോഴാണ് നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ കുറഞ്ഞെന്ന് മനസ്സിലാക്കാം. വിസിബിൾ സയൻസ് എന്നാൽ വിസിബിൾ ഏജിങ് സയൻസ്. നമുക്ക് റിങ്കിൾസ്, മസിൽ ഡെൻസിറ്റി കുറയുക, അങ്ങനത്തെ ഉള്ള ഇതൊക്കെ നമുക്ക് നോട്ടീസബിൾ ആകും. അത് കൊളാജന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടുണ്ടാവുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഡോക്ടേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, റിസർച്ച് ചെയ്യാം ഇതിനെപ്പറ്റി. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കുറെ റിസർച്ച് ചെയ്തിട്ട് ഞാൻ കൊളാജൻ സപ്ലിമെന്റ് എടുക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ മോർണിംഗ് കോഫിയുടെ ഒപ്പം കൊളാജൻ സപ്ലിമെന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് തന്നെ അത് മനസ്സിലാവും, നോട്ടീസബിൾ ആണ് അത്. പിന്നെ നമ്മുടെ ഈ ഹെയർ ഫോള് കൂടുതൽ, നെയിൽസ് ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പോവുക, അതിനൊക്കെ നല്ലതാണ് കൊളാജൻ നമ്മൾ സപ്ലിമെന്റ് കൊടുക്കുന്നത്. അപ്പം കൊളാജൻ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു പ്രോട്ടീനാണ്. അത് നമ്മുടെ ഏജിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യുന്നവരാണ്. ഏജിങ് പ്രോസസ്സ് എല്ലാവർക്കും ഏജ് ആവണം, അത് നമ്മുടെ നാച്ചുറൽ ഒരു പ്രോസസ്സാണ്. പക്ഷെ അത് ഏർലി ആവാണ്ട് അതിനൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ഒരു ഹെൽത്തി ഏജിങ് പ്രോസസ്സ്, അതിന് ഈ കൊളാജൻ നമ്മളെ സഹായിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് നിങ്ങളുടെ ഡോക്ടേഴ്സെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൊളാജൻ ഇൻടേക്ക് ഡെയിലി നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് അതുപോലെ. പക്ഷെ ഒരു നമ്പർ 1 പ്രോട്ടീൻ ആണ് കൊളാജൻ. പിന്നെ ഇത് നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുകൊണ്ടാണ് ഫ്രീ റാഡിക്കൽസിന് എതിരെ പ്രവർത്തിക്കാൻ പറ്റുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, ഇതിനൊക്കെ
ഉള്ള ഒരു മെയിൻ കാരണമാണ്. അപ്പൊ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ഇത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ് കേട്ടോ വൈറ്റമിൻ സി. വൈറ്റമിൻ സി നമുക്ക് ധാരാളം ഫുഡുകളിൽ നിന്ന് കിട്ടും. ബ്രോക്കലി, റെഡ് ക്യാബേജ്, അങ്ങനെയുള്ള ബെൽ പെപ്പർ, അങ്ങനെയുള്ള വെജിറ്റബിൾസിൽ, പിന്നെ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ് അങ്ങനെയുള്ള ഫ്രൂട്ട്സിലും ഒക്കെ വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡിൽ എല്ലാ ദിവസവും നമ്മുടെ ഫുഡിൽ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ സിക്ക് നമ്മുടെ സ്കിന്നൊന്നും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവുണ്ട്. കളർ ചേഞ്ച് ചെയ്യുന്നല്ല, ബ്രൈറ്റൻ ആക്കാനായിട്ട് വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും. സ്കിൻ ടോൺ എപ്പോഴും നമ്മുടെ സെയിം ടോണിലിരിക്കാൻ തന്നെ നല്ലത്. നമ്മളത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ഓവറോൾ ആക്ടിവിറ്റീസിൽ കൂടി നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഫുഡ് ഇൻടേക്കും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യും. അപ്പം അതുപോലെ വൈറ്റമിൻ സി ഒന്ന് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് നമ്മുടെ ഒമേഗ 3. ഒമേഗ 3 എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ഫാറ്റ് ആണ് ഒമേഗ 3. ഇത് നമ്മുടെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനായിട്ട് ഒമേഗ 3 ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ ലെവല് കൂട്ടാനും, ഹാർട്ട് ഹെൽത്തിനും, പിന്നെ നമ്മുടെ സെൽസ് ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഒമേഗ 3 ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇത് ഒമേഗ 3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം, നീർക്കെട്ടാണ് മെയിനായിട്ട് ഉള്ള സംഭവം. ഈ ഒമേഗ 3 എടുത്താൽ ഇൻഫ്ലമേഷൻ, നമ്മുടെ നീർക്കെട്ട് ഭയങ്കര നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഈ നീർക്കെട്ട് കാരണം തന്നെ പല അസുഖങ്ങളും നമുക്കുണ്ടാകും. നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല. അപ്പൊ അതുകൊണ്ടിട്ട് ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഡ്രൈ ഐസ് ഉണ്ടാവും, ഡ്രൈ ആൻഡ് ഇറിറ്റേറ്റഡ് സ്കിന്ന്, തിന്നിങ് ഓഫ് ഹെയർ, ഡിപ്രഷൻ, ഹെയർ ഫോൾ, ഇതെല്ലാം ഒമേഗ 3യുടെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫുഡിൽ നമ്മൾ ഒമേഗ 3 മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഫുഡ് കൂടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്റ്സ് എടുക്കാം. അപ്പം നമ്മൾ പണ്ടൊക്കെ ഞാനൊക്കെ ഓർക്കണ്ടേ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ മീൻ ഗുളിക എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് തരുമായിരുന്നു. മീൻ ഗുളിക എന്ന് പറയായിരുന്നു അന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ അതെല്ലാവരും ആ ഒരു പ്രാക്ടീസൊക്കെ അങ്ങോട്ട് മാറ്റി. പക്ഷെ അത് നല്ലൊരു വൈറ്റമിനാണ് മീൻ ഗുളിക എന്ന് പറഞ്ഞ് പണ്ട് നമുക്ക് തന്നിരുന്നത്. അതാണ് ഈ ഒമേഗ 3. അപ്പം നിങ്ങളത്, ഞാനിവിടെ ഒമേഗ 3 വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എന്നും രാത്രി കിടക്കണതിന് മുമ്പ് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഒമേഗ 3 ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതാണ് ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഒമേഗ 3. ഇതാണ് ഒമേഗ 3 ക്യാപ്സൂൾ. ഇത് നമുക്ക് രാത്രി കിടക്കണതിന് മുമ്പ് ഒരെണ്ണം കഴിച്ചിട്ട് കിടന്നാൽ നല്ലത്. ഞാൻ എൻ്റെ ഡെയിലി കാര്യങ്ങളായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോസേജ് ഒക്കെ തീരുമാനിച്ച് യൂസ് ചെയ്യുക. ഏതായാലും ഈ 3 വൈറ്റമിൻസും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നമ്മുടെ ബോഡിയിൽ ഒരുപോലെ ആവശ്യമുള്ളതാണ്. അപ്പം നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് ട്രൈ ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. കീപ്പ് ഓൺ വാച്ചിങ് കാലിഡോറ വ്ലോഗ്സ്.